അഭിവന്ദ്യ മാറപ്രൈം മെത്രാപ്പോലിത്ത തിരുമേനി ഇന്ത്യയിലെ പൗരസ്ത്യ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്തയായിട്ട് കഴിഞ്ഞ 57 വർഷം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:45 മണിക്കാണ് കാലം ചെയ്തത്. അത് വളരെ വ്യസനത്തോടുകൂടെ ദുഃഖത്തോടുകൂടെയാണ് എല്ലാവരെയും അറിയിക്കുന്നത്. ഇപ്പോൾ തിരുമേനിയുടെ ഭൗതിക ശരീരം തൃശ്ശൂർ ഹൈറോട്ടിലുള്ള മെത്രാപ്പോലിത്തൻ അരമനയിലാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുന്നതിന് അകത്ത് അത് വലിയ പള്ളിയിൽ മാർത്തുമറിയം വലിയ പള്ളിയിലേക്ക് അത് കൊണ്ടുപോകും. അതിനുശേഷം ഇന്ന് രാത്രിയും നാളെയും മറ്റന്നാളും, അതായത് 8-ാം തീയതിയും 9-ാം തീയതിയും അത് മാർത്തുമറിയം വലിയ പള്ളിയിൽ തന്നെ പൊതുദർശനത്തിനായിട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വ്യാഴാഴ്ച കാലത്ത് 7 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അതിനുശേഷം 10 മണിക്കാണ് പൊതുവായിട്ടുള്ള അന്യതാ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആ പൊതുവായിട്ടുള്ള അന്യതാ ശുശ്രൂഷയിൽ അതിനുശേഷം 11 മണിക്ക് നമ്മൾ നഗരി കാണിക്കൽ ആയിട്ട് തൃശ്ശൂർ റൗണ്ടിൽ നഗരി കാണിക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ നഗരി കാണിക്കൽ തിരിച്ചു വന്നാൽ 1 മണിയോടുകൂടെ ഭൗതിക ശരീരം വലിയ പള്ളിയുടെ തൊട്ടടുത്തുള്ള കുരുവിളച്ചൻ കുരുവിളച്ചൻ പള്ളിയിൽ അവിടെ മറ്റുള്ള തിരുമേനിമാരൊക്കെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അവിടെ തന്നെ അടക്കം ചെയ്യുന്നതായിരിക്കും. അതാണ് ഇവിടുത്തെ പ്രോഗ്രാമായിട്ട് ചാർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് 3 മണിക്ക് തിരുമേനിയുടെ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ അനുശോചന സമ്മേളനവും ഉണ്ടായിരിക്കുന്നതാണ്. സഭയ്ക്ക് മാത്രമല്ല, പൊതുവെ തൃശ്ശൂരിന് തന്നെ ഒരു സാമൂഹിക മുഖം കൂടിയായിരുന്നു നഷ്ടമാകുന്നത്. അഭിവന്ദ്യ മാറപ്രൈം മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ജീവിതം അത് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി. അത് ഇവിടെ തൃശ്ശൂർ തന്നെ ഏകദേശം 85-ാമത്തെ വർഷം, 85 വയസ്സാണ് തിരുമേനിക്കുള്ളത്. അതിലധികവും തൃശ്ശൂർ തന്നെയാണ് ജീവിച്ചതും. ഇവിടുത്തെ സാംസ്കാരിക തലത്തിലും അതുപോലെ ആത്മീക തലത്തിലും നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. ആ നേതാവാണ് നമ്മിൽ നിന്നും നഷ്ടമാകുന്നത്. പ്രത്യേകിച്ചും സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടമാണ്. സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിത്വമാണ് അഭിമന്യ മാറപ്രൈം മെത്രാപ്പോലിത്ത തിരുമേനി. കാരണം ചരിത്രമായിരുന്നു തിരുമേനിയുടെ സബ്ജക്റ്റ്. അങ്ങനെ സഭാചരിത്രം പഠിച്ച് അങ്ങനെ ഒരു ചരിത്രകാരനായിട്ട് തന്നെയാണ് തിരുമേനി ഈ ലോകത്തു നിന്നും നമ്മോട് വിട പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സഭയുമായിട്ടും അതുപോലെ സമൂഹമായിട്ടും എന്നും മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 1072ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ യാത്രാ വിവരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ മറ്റ് തിരുമേനിമാരുടെ ബയോഗ്രഫി പുസ്തകങ്ങളും അതിനകത്തുണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ചും ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുമ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇന്ത്യ എന്ന രീതിയിൽ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ്, വേൾഡിൽ നോക്കുമ്പോൾ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ഈ 3 കൗൺസിലുകളിലും സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറേയേറെ കാലം നേതൃത്വം നടത്തിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അപ്രൈം മെത്രാപ്പോലിത്ത തിരുമേനി. അതോടൊപ്പം തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൻ്റെ കാര്യത്തിൽ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും വയസ്സായിട്ടും അത് പഠനത്തിന് ഒരു ബുദ്ധിമുട്ടല്ല എന്ന രീതിയിൽ അദ്ദേഹം 2ാമത്തെ ഡോക്ടറേറ്റ് കോട്ടയത്ത് സൂര്യൻ നിന്ന് എടുത്തതും നമുക്ക് ഈ സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. കാരണം പഠനം വയസ്സായി കഴിഞ്ഞാലും PhD എടുക്കുന്നതിന് അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിയ ഒരു വ്യക്തിത്വം കൂടിയിട്ടാണ് നമ്മുടെ തിരുമേനി. സഭാ അധ്യക്ഷൻ ഇപ്പം ഇറാഖിലാണ്. ഞങ്ങളുടെ സഭയുടെ ആസ്ഥാന മന്ദിരം ഇറാഖിലാണ്. ഇറാഖിൽ നിന്ന് പുറപ്പെടാനായിട്ട് നമ്മുടെ ആഗോള അധ്യക്ഷൻ ഇപ്പോൾ ഇറാഖിലില്ല, അതിന് പകരം കാനഡയിലാണ്. അതുകൊണ്ട് കാനഡയിലായതുകൊണ്ട് അദ്ദേഹത്തിന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് മറ്റ് സിനഡ് മെമ്പേഴ്സ് ഓസ്ട്രേലിയയിൽ നിന്നും ലണ്ടനിൽ നിന്നും വരുന്നുണ്ട്. അവർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്.